തിരുവനന്തപുരത്ത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കുടുക്കി വിദ്യാർത്ഥി. പേരൂർക്കട സ്വദേശി അശോകോഷ് സൈന്ധവാണ് സൈബർ തട്ടിപ്പുകാരെ കുടുക്കിയത്. മുംബൈ സൈബർ ക്രൈം പോലീസ് എന്ന പേരിലായിരുന്നു ഈ തട്ടിപ്പിന് ശ്രമിച്ചത്. ഹരിമോഹൻ ചേരുന്നു. ഹരി, എന്തായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘത്തെ കുടുക്കിയത്? ധന്യ, ഈ സൈബർ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഒട്ടേറെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയിട്ടുമുണ്ട്. സിനിമാ താരങ്ങൾ അടക്കം ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റിന് വിധേയരായിട്ടുള്ള വാർത്തകൾ ഈ സമീപകാലത്തൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതുപോലെ ഒരു ഡിജിറ്റൽ അറസ്റ്റിനുള്ള തട്ടിപ്പുകാരുടെ ശ്രമമാണ് പൊളിഞ്ഞിരിക്കുന്നത്. പൊളിച്ചത് ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായിട്ടുള്ള അശോകോഷ് സൈന്ധവാണ് സൈബർ തട്ടിപ്പ് പൊളിച്ചത്. അതായത് മുംബൈ സൈബർ ക്രൈം പോലീസ് എന്നുള്ള പേരിലുള്ള തട്ടിപ്പായിരുന്നു. ഡിജിറ്റൽ അറസ്റ്റിനുള്ള ശ്രമമായിരുന്നു തടഞ്ഞത്. ഈ പേരൂർക്കട സ്വദേശിയായിട്ടുള്ള അശോകോഷ് സൈന്ധവ് ഇത്തരത്തിൽ മുംബൈ സൈബർ ക്രൈം പോലീസിൽ നിന്ന് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച വ്യക്തികളുടെ ശ്രമമാണ് പരാജയപ്പെടുത്തിയത്. 1 മണിക്കൂറിലേറെ നേരമാണ് അറസ്റ്റിന് ഇവർ ശ്രമിച്ചത്. അത് പൊളിക്കുകയായിരുന്നു സൈന്ധവ്. കൂടാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് തെളിവെന്ന നിലയ്ക്ക് ഇതെല്ലാം വീഡിയോയിൽ പകർത്തുകയും അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ സൈബർ തട്ടിപ്പ്, അതായത് ഡിജിറ്റൽ അറസ്റ്റ് പൊളിച്ചതോടുകൂടി ഇവർ ഫോൺ വിളി അവസാനിപ്പിച്ച ഇവർ മുങ്ങുകയായിരുന്നു. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ആദ്യം തന്നെ മുംബൈ സൈബർ ക്രൈം പോലീസിൽ നിന്നല്ല വിളിച്ചത് എന്നുള്ളതാണ്. ആദ്യം ട്രായിൽ നിന്നാണ് വിളിക്കുന്നത്. ട്രായിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ പേരിലുള്ള ഒരു നമ്പറിൽ നിന്ന് ഒരു സൈബർ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ സൈബർ തട്ടിപ്പ് നടന്ന നമ്പർ ഏതാണ് എന്ന് ഈ അശോകോഷ് ചോദിച്ചപ്പോഴാണ് ഒരു നമ്പർ പറയുന്നത്. അത് അശോകോഷിന്റെ പേരിലുള്ള നമ്പർ അല്ലാന്ന് ആ വിദ്യാർത്ഥിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. അത് ട്രൈയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ പറഞ്ഞു, ട്രൈ എന്ന പേരിൽ വിളിക്കുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. അവർ പറഞ്ഞത് ഞങ്ങൾക്കിത് സൈബർ പോലീസിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വിളി അവസാനിപ്പിക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മുംബൈ സൈബർ ക്രൈം എന്നുള്ള നിലയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോളിൽ വിളിച്ചവരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിജിറ്റൽ അറസ്റ്റിനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ 1 മണിക്കൂറിലേറെ നേരം ഇവർ ഡിജിറ്റൽ അറസ്റ്റിന് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അശോകോഷ് അത് പൊളിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവരുടെ വലയിൽ വീഴാതെ അത് പൊളിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കൂടി പകർത്തിക്കൊണ്ടാണ് അവരുടെ ആ ശ്രമം തടഞ്ഞത് എന്നുള്ളത് കൂടി ഈ സമയത്ത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഡിജിറ്റൽ അറസ്റ്റുകൾക്കിടയിൽ കുടുങ്ങുന്നവരെ കൂടാതെ ഈ കൊടുക്കാൻ വരുന്നവരെ കൊടുക്കുന്ന തരത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ശ്രമം സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിനടക്കം ഈ വിവരം ലഭിച്ചിട്ടുണ്ട്. അവർ ഈ ഡിജിറ്റൽ അറസ്റ്റ് നടത്താൻ എത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവുകളടക്കം അവരുടെ കയ്യിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ തുടർ നടപടികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതാണ് പോലീസും പറയുന്നത്. ധന്യ. ശരി ഹരി.